ഹായ് ഓൾ, ഇന്നൊരു ക്രിസ്മസ് വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ക്രിസ്മസിൻ്റെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഹാമ്പറിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്രിസ്മസ് ഡെസേർട്ടിൻ്റെ ഹാമ്പർ ബോക്സ് കേട്ടോ. അപ്പോൾ ആ ഒരു ഹാമ്പർ ബോക്സിൻ്റെ അറേഞ്ച്മെൻറ്റും അതിൽ ബൾക്കായിട്ട് ചെയ്യണതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ പ്ലം കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ പ്ലം കേക്ക് നമുക്കിതുപോലെ ഇതേപോലെ ചെറിയ ഒരു 350 ഗ്രാമാണ് കേട്ടോ ഈ ഒരു പ്ലം വരുന്നത്. അതൊരു ലോഫായിട്ടാണ് ബേക്ക് ആക്കണത്. ഈ പാത്രത്തിൽ തന്നെയാണ് ബേക്ക് ആക്കി എടുക്കുന്നത്. അതിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഹാമ്പർ ബോക്സിലും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം ഞാനിവിടെ ടിന്നിലാക്കി വെച്ച് അങ്ങനെ ബേക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 3-4 പ്ലമ്മും കൂടി കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ചിലപ്പോൾ അന്ന് തന്നെ വിളിച്ചിട്ട് പറയാൻ ചാൻസ് ഉണ്ട്. ഇത് തലേ ദിവസമാണ് കേട്ടോ ഞാൻ ചെയ്യണത്. ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ വർക്കുകളാണ് കേട്ടോ. മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങനെ പ്ലം ബേക്ക് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഓരോ കേക്കുകളായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ മിനി കേക്കാണ് കേട്ടോ ഇനി നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. മിനി കേക്ക് നമുക്കൊരു 10 ഓർഡറാണ് അന്നത്തെ ദിവസം കൊടുക്കാനുള്ളത്. 2 എണ്ണം തലേ ദിവസം കൊടുക്കണം, പിന്നെ അന്നത്തെ ദിവസം 8 എണ്ണം കൊടുക്കാനാണുള്ളത്. അപ്പോൾ ഇത് തലേ ദിവസം ഒരു ഈവനിങ് കൊടുക്കാനായിട്ടുള്ളത് കൊണ്ടാണ് നേരത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ മിനി കേക്ക് ഇപ്പോൾ ഇവിടെ ചെയ്യണേ. ഇതിപ്പോൾ ഉള്ളിലായിട്ട് ബ്ലൂബെറി ഫ്ലേവറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷന്, അത് ക്രിസ്മസ് തീമാണ് ഞാൻ ഇതിൻ്റെ ആഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ക്രിസ്മസ് തീമാകുമ്പോൾ ചിലർക്ക് കളറിൻ്റെ ഇഷ്യൂ വരും. നമുക്കെല്ലാവരും ഈ കളറ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വൈറ്റ് കളറിൽ തന്നെ കേക്ക് കൊടുക്കാം, എന്നിട്ട് കുറച്ച് മിക്സ്ഡ് കളറിലുള്ള ബീഡ്സ് എന്തെങ്കിലും മുകളിലിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് കിട്ടാം. അങ്ങനെ ഇപ്പോൾ കേക്കിനെ ക്രം കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിൻ്റെ ശേഷമാണ് ഫൈനൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ കേക്കിനെ ഞാൻ ഈ ഒരു ബട്ടർ പേപ്പറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി മിനി കേക്കിൻ്റെ പാത്രത്തിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. റഫായിട്ടാണ് എഡ്ജ് കൊടുത്തിട്ടുള്ളത്, ഫിനിഷ് ഷാർപ്പ് എഡ്ജൊന്നും ആക്കിയിട്ടില്ല. എന്നിട്ട് ഇനി ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി അത് സെറ്റാക്കി കഴിഞ്ഞു കേട്ടോ. ആ ഒരു മിനി കേക്കിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. എന്നിട്ട് ഇനി അടുത്തതായിട്ട് ചീസ് കേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് സ്ട്രോബെറി ചീസ് കേക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 ചീസ് കേക്കും ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് കുനാഫ പിസ്താഷ്യൂൻ്റെ കേക്കാണ് വന്നിട്ടുള്ളത്, ബ്രൗണി അല്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനിവിടെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2ാമത്തെ ലെയർ കേക്ക് താഴെ കൊടുത്തു, 2ാമത്തെ ലെയറായിട്ട് കുനാഫിൻ്റെ ലെയറും കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് ഇതൊന്ന് സെറ്റായതിൻ്റെ ശേഷം ചോക്ലേറ്റ് ഗണേഷ് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന പ്ലം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് എല്ലാം ഒന്ന് എടുത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 1 kg പ്ലം വേറെ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റിലാണ് കേട്ടോ ആ 2 ഹാമ്പർ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. പിന്നെ എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, നൈറ്റിലാണ്. അപ്പോൾ ബ്രൗണി ബൈറ്റ്സ് കൂടി ഉണ്ട് കേട്ടോ. അതും ഞാനിവിടെ സെറ്റാക്കിയിട്ട് പുറത്താണ് വെച്ചിട്ടുള്ളത്. പിന്നെ ബ്രൗണി വെച്ച് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഹാർഡാവും. അപ്പോൾ അതുകൊണ്ട് അത് പുറത്തിരിക്കുകയാണ്. പിന്നെ ബാക്കിയെല്ലാം ഞാൻ ഇവിടെ ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി 2 കേക്ക് കൂടി അന്ന് മോർണിംഗിൽ ഡെലിവറി ഉണ്ട്. പിന്നെ വേറൊരു കേക്ക് കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോട്ടൽ 3 കേക്കാണ് അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. പിന്നെ അതെല്ലാം ഹാമ്പറിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാക്കിങ്ങും അതുപോലെ ടാഗ് ഒട്ടിക്കലും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഓരോന്ന് എടുത്തിട്ട് ഓരോ ബോക്സിലാക്കിയിട്ട് സെറ്റാക്കി വെക്കുക. അപ്പം കുനാഫ ചോക്ലേറ്റിൻ്റെ കേക്ക്, ചീസ് കേക്ക്, ബ്രൗണി ബൈറ്റ്സ്, പിന്നെ അതുപോലെ പ്ലം കേക്ക്, മിനി കേക്ക് എല്ലാം ഞാനിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പരന്നിരിക്കണ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുത്തിട്ട് ഫുള്ളാവാത്ത പോലെ എടുത്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി തോന്നുക കേട്ടോ. ഇനി സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് കൊടുക്കണം. ഓരോ ഐറ്റംസിലും എന്താണ് ആ ഐറ്റത്തിൻ്റെ പേര് എന്നുള്ളതൊന്ന് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ എന്താണ് മിനി കേക്കിൻ്റെ മുകളിലായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനത്തെ സ്റ്റിക്കറൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റുഡിയോയിലൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ചെയ്തിട്ടു കേട്ടോ. അങ്ങനെ നമ്മൾ നെയിമിൻ്റെ ഇതൊക്കെ സ്റ്റിക്കർ ചെയ്യൂലേ, ആ സെയിം തന്നെയാണ് ഇങ്ങനെ ചെയ്യിച്ചിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഷീറ്റ് ആക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇതിൽ 2 ടൈപ്പാണുള്ളത് സ്റ്റിക്കർ വന്നിട്ടുള്ളത്. നെയിം സ്ലിപ്പ് സൈസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുതന്നെ ഇപ്പോൾ കട്ടിങ് ചെയ്തിട്ട് തന്നെ നമുക്ക് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കട്ട് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്യണത് നമുക്ക് ഒരുപാട് വർക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ തന്നെ സ്വന്തം കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. കട്ട് ചെയ്ത് ഓരോന്ന് കട്ട് ചെയ്തെടുക്കൽ റിസ്ക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ കീറി എടുക്കുന്ന ടൈപ്പ് ആക്കിയിട്ട് ചെയ്താൽ മതി. അതായത് ഒരു കട്ടിങ് അവർ തന്നെ തരും, നമുക്ക് ജസ്റ്റ് അതിങ്ങോട്ട് വലിച്ചെടുത്താൽ മാത്രം മതി. അങ്ങനെ ചെയ്യിക്കുമ്പോഴാണ് ഒന്നും കൂടി എളുപ്പമായിട്ട് ചെയ്യുക കേട്ടോ. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ ക്യാഷ് കുറച്ചുകൂടി കൂടും. നോർമലി നമ്മൾ ചെയ്യണതിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കൂടും. അപ്പോൾ റേറ്റൊക്കെ കുറച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് കട്ട് ചെയ്യാനൊക്കെ വീട്ടിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ള സ്റ്റിക്കർ ചെയ്യിക്കണമായിരിക്കും ബെസ്റ്റ്. അത് നമ്മൾ നെയിമൊക്കെ കേക്കിൻ്റെ നെയിമൊക്കെ കൊടുക്കാനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ സ്റ്റിക്കർ കട്ട് ചെയ്തിട്ട് സ്ക്വയറിലുള്ളതാണെങ്കിൽ നമ്മൾ തന്നെ സ്കെയിലൊക്കെ വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ക്യാഷ് ലാഭം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെ പേര്, ഇതെന്താ ഐറ്റം എന്നുള്ളതിൻ്റെ പേര് കൂടി കാണുന്ന രീതിയിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ചെറുതായിട്ടൊന്ന് ടാപ്പ് ഇട്ടിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ എല്ലാ ഐറ്റംസിലും നെയിമും കൊടുക്കണം, അതുപോലെ ടാപ്പ് ഇട്ടിട്ട് ഒട്ടിക്കും വേണം. അങ്ങനെ ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് കുറച്ച് ടൈം വേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ മോർണിംഗ് തലേ ദിവസം എല്ലാ പണിയും കഴിഞ്ഞതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കേക്ക് മേൽ ഈ ഐറ്റംസിലൊന്നും ചെയ്യാനില്ല, പാക്കിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാവകാശം നമുക്ക് ചെയ്യാം. ടൈമുണ്ട്, 11 മണി 11:30 ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവുള്ളൂ കേട്ടോ. അതുവരെ നമുക്ക് മുന്നേ ഒരുപാട് സമയമുണ്ട്. പിന്നെ കേക്കിൻ്റെ ഐസിങ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 3 കേക്കും കൂടി ചെയ്യാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് രാവിലെ തന്നെ കേക്കിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സ്പഞ്ച് ആക്കലാണല്ലോ നമുക്ക് മടിയുള്ളൊരു കാര്യം. സ്പഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഐസിങ്ങും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാത്തിലും സ്റ്റിക്കർ ഒട്ടിച്ചു, ടാപ്പെല്ലാം ഒട്ടിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി പാക്കിങ്ങിനായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ പരന്നിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എല്ലാ ഐറ്റംസും. പിന്നെ പ്ലം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഗിഫ്റ്റ് ആക്കിയിട്ട് കൊടുക്കാൻ കുറച്ചുണ്ട്. അപ്പോൾ അതിനുള്ളത് മാത്രം വേറെ പാക്കിങ്ങാണ്, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മിനി കേക്ക് ഇതുപോലെ ഓപ്പൺ മീ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കറാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു എന്താ പറയുക, ക്രിസ്മസ് തീമാക്കിയിട്ട് ഓപ്പൺ മീ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ബീഡ്സാണ് ടോപ്പിലിട്ടിട്ടുള്ളത്. കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാരണം കളറിൻ്റെ ഇഷ്യൂ നല്ലോണം ബാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ റെഡൊക്കെ ആകുമ്പോൾ അത്യാവശ്യം റെഡ് കളർ ചേർക്കണം, ഗ്രീൻ ആണെങ്കിലും ഓക്കെ. അപ്പോൾ പിന്നെ വൈറ്റ് തന്നെ കൊടുത്തു. പിന്നെ അതാ ചീസ് കേക്കാണ് വന്നിട്ടുള്ളത്. ചീസ് കേക്കും ഇതുപോലെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ആയതുകൊണ്ട് സ്ട്രോബെറീൻ്റെ ഒരു ഡെക്കറേഷൻ ആ സ്റ്റിക്കറിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചീസ് കേക്കും ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പിസ്താഷ്യൂ കുനാഫ കേക്കാണ് വന്നിട്ടുള്ളത്. അതിനും ആ ഒരു പിസ്താഷ്യൂ കേക്കിൻ്റെ ആ ഒരു ഫോട്ടോ അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് സ്റ്റിക്കർ റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ ലെയറൊക്കെ കാണുക, ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ ആയതുകൊണ്ട് അതിൽ എന്തെല്ലാം ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് പുറത്തേക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. പിന്നെ അടുത്തത് ബ്രൗണി ബൈറ്റ്സ് ആണ്. ബ്രൗണിൻ്റെ ചെറിയ ചെറിയ പീസ്, അത് ചോക്ലേറ്റ് ഗണേഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അടുത്തതായിട്ടുള്ളത് പ്ലമ്മും കൂടിയാണ് കേട്ടോ. അപ്പോൾ 5 ഐറ്റംസാണ് ഒരു ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിതാ ഇതുപോലെ തന്നെ ഇതിപ്പോൾ എങ്ങനെയാണോ ബേക്കാക്കി അതേപോലെ തന്നെ ഞാൻ അതിലേക്ക് വെച്ച് കൊടുക്കണം. റാപ്പ് ചെയ്യണമൊന്നുമില്ല കേട്ടോ. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് കണ്ടോട്ടെ. റാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോവും. അപ്പോൾ അതും ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത്
ബോക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വേറെ ഐറ്റംസ് ഒന്നുമില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് ആയിട്ടുള്ളതും കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്നുള്ള. അതായത് ചെറിയൊരു ഗിഫ്റ്റ് നമുക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം അതിൽ കൊടുക്കാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ക്രിസ്മസിൻ്റെ വേറെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ ഇൻഷാ അല്ലാഹ് ഉടൻ വരും. അപ്പോൾ ആ ഒരു തിരക്ക് വന്നപ്പോൾ എനിക്ക് ഇതിൻ്റെ എല്ലാ ശ്രദ്ധയും മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു ടാസ്ക് ഉള്ളൊരു വർക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്തപ്പോൾ ഇതിമേക്കൊന്നും ശ്രദ്ധ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ ഉള്ളത് ഇങ്ങനെ തന്നെ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇതാ ബോക്സിലാക്കിയിട്ടുണ്ട്. സാധാരണ കേക്ക് ബോക്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിനായിട്ട് വേറെ ബോക്സ് ഇറക്കിയിട്ടില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു കോംബോ ഓഫർ ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടൊന്നും ക്യാഷ് നമ്മളതിലേക്ക് ഇറക്കിയിട്ട് ചെയ്യണതിനേക്കാളും നല്ലത് നമ്മളെടുത്തുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യണതാണ്. അപ്പോൾ എത്ര വർക്ക് നമുക്ക് കിട്ടുമെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അതെല്ലാം നമ്മളെ ലക്കിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ കേക്ക് ബോക്സ് റെഡിയാക്കി ഒരു റിബണും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു സിമ്പിളായിട്ടുള്ള ഒരു റിബണും. എനിക്ക് എപ്പോഴും സിമ്പിളും അതുപോലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലുക്കാണ് കേട്ടോ ഇഷ്ടം. എപ്പോഴും ഒരു എലഗൻറ്റ് ലുക്ക്, സിമ്പിളായിരിക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു പാക്കിങ് കൂടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരുപാട് കാർഡ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതൊക്കെ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. നമ്മളെ ഇഷ്ടം പോലെയാണ്, അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ല. അപ്പോൾ റിബൺ സെറ്റാക്കി ഇനി നെയിം കൂടി കൊടുക്കാനുള്ളൂ കേട്ടോ. ഇതാ ഈ നെയിമിൻ്റെ സ്റ്റിക്കർ കൂടി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ 2-3 സൈസിൽ ഇങ്ങനത്തെ നെയിമിൻ്റെ സ്റ്റിക്കർ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേറ്റവും ചെറിയ സൈസാണ് ഞാനിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഒട്ടിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഹാമ്പറിൻ്റെ ബോക്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ്. ഇനി നമുക്ക് വേണ്ടത് പ്ലമ്മിൻ്റെ ബോക്സ് റെഡിയാക്കുക എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 3 പ്ലമ്മാണ് കൂടുതലായിട്ട് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഒരു പ്ലം ഓർഡറായിട്ട് നൈറ്റിൽ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു കുറച്ചങ്ങോട്ട് ഉണ്ടാക്കിയതായിരുന്നു. എന്തായാലും ഓർഡർ വരും എന്നുള്ള ആ ഒരു ഉറപ്പിൽ. അപ്പോൾ ഈ 3 പ്ലമ്മും ഓർഡർ ആയിട്ടുണ്ട്. പിന്നെ ഹാഫിലും നമുക്ക് ഒരെണ്ണം ഓർഡർ ആയിട്ടുണ്ട്. ഒരെണ്ണം പിന്നെ ഞാൻ അവിടെ എടുത്തു വെച്ചു, ആരെങ്കിലും വരികയാണെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ പ്ലമ്മൊക്കെ നമുക്ക് അപ്പൊക്കെ ഉണ്ടാക്കുമ്പം ടേസ്റ്റ് ഉള്ളതിനേക്കാളും നല്ലത് ആദ്യം ഉണ്ടാക്കി വെക്കണതായിരിക്കുമല്ലോ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഉണ്ടാക്കി വെച്ചത്. പിന്നെ ഇനിയിപ്പോൾ പാക്കിംഗ് ആണ്. ആദ്യം ഒരു കവറിലായിട്ട് പാക്ക് ചെയ്തു, എന്നിട്ട് ബോക്സിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ഇത് പ്ലം കേക്കിൻ്റെ ബോക്സ് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. പൊതുവേ എനിക്ക് വൈറ്റ് ബോക്സാണ് ഞാൻ എല്ലാത്തിനും യൂസ് ചെയ്യാറുള്ളത്. ഇത് പിന്നെ നമുക്ക് പ്ലമ്മിനായിട്ട് വേറെ ബോക്സ് അടുപ്പിക്കാൽ നടക്കില്ല. പിന്നെ അതിന് എത്ര വർക്ക് വരും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പ്ലം ഇപ്പോൾ ട്രെൻഡിങ് ആണ്. ഈ ക്രിസ്മസിന് അധികം നമുക്ക് പ്ലമ്മാണ് വർക്ക് വന്നിട്ടുള്ളത്. ക്രീം കേക്ക് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. പ്ലമ്മിനാണ് കൂടുതലും വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷമൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ബെറ്റർ ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ പ്ലമ്മിനായിട്ട് നമുക്ക് വേറെ ബോക്സ് സെറ്റാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സാധാ ബോക്സിലാണ്. എനിക്കിങ്ങനെ സാധാ ബോക്സിലും എല്ലാവരും യൂസ് കൊടുക്കുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. കാരണം നമ്മളെപ്പോഴും യുണീക്ക് ആവണം, വെറൈറ്റി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം നമുക്ക് പുതിയ പുതിയ ഐറ്റംസും അതുപോലെ പുതിയ പാക്കിങ്ങും എന്താ പറയുക, ഒരു വെറൈറ്റി കൊണ്ടുവരാനാണ് കേട്ടോ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അപ്പോൾ അതാണ് ഇഷ്ടം. എപ്പോഴും യുണീക്ക് ആവണതല്ലേ, ഏതൊരു ബിസിനസ്സിലും എപ്പോഴും യുണീക്ക് ആവണതാണ് നല്ലത് കേട്ടോ. ഒരാളെപ്പോലെ ഒരാൾ ഒരുപാട് പേരാവുമ്പം അതിലൊരു ഇതില്ലല്ലോ. കണ്ടു കഴിഞ്ഞാൽ ഇത് ഇന്ന ആളതാണെന്ന് മനസ്സിലാവണം. അത് ഫോളോ ചെയ്യാൻ മാക്സിമം ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പ്ലം കേക്കൊക്കെ സെറ്റാക്കിയിട്ട് ഇനി ഞാനിപ്പോൾ ഈ ഒരു എടുക്കണ സമയത്ത് കേക്ക് ചെറുതായി സൈഡ് പൊട്ടിയിട്ടാണ് ആ ഒരു ബട്ടർ പേപ്പർമേൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, പ്ലം കേക്ക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാക്കിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡെലിവറി ചെയ്യുമ്പോൾ ആ ഒരു പീസ് താഴോട്ട് വീഴാൻ ചാൻസ് ഉണ്ട്. അതായത് കവറിൽ തന്നെ. അപ്പോൾ നമ്മളിപ്പോൾ ബോക്സിൽ ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ പൊട്ടി താഴത്തേക്ക് വീഴും. അത് കവറിലാകുമ്പോൾ ആ കവറിൽ തന്നെ കിടന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്ന് ആക്കിയിട്ട് ഞാൻ സെറ്റാക്കി എടുക്കുകയാണ്.
അപ്പോൾ പ്ലമ്മിൻ്റെ ബോക്സിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്കിതുപോലെ ഗിഫ്റ്റായിട്ട് കൊടുക്കാനുള്ള എനിക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേരും അതുപോലെ പരിചയക്കാരും ഉണ്ടായിരിക്കും. അത് എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് നമുക്ക് കൊടുക്കണം എന്ന് വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ ഒരു ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് റെഡിയാക്കണത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ നിന്ന് നമ്മൾ പേപ്പറിൻ്റെ മോൾഡിൽ ഇതിൽ നിന്ന് പ്ലമ്മിനെ എടുത്തിട്ട് ഇതുപോലെ വൈറ്റ് ഒരു ചെറിയൊരു കണ്ടെയ്നർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ചെറുതാട്ടാ. ലോഫ് പ്ലമ്മിൻ്റെ ലോഫൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള തന്നെയാണ്. അതിനകത്ത് വെച്ചിട്ട് ഇതിനൊന്ന് പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കും ഒരു വെറൈറ്റി ആയിട്ട് ഒരു ഹാപ്പി അല്ലേ ഇങ്ങനെ വെറൈറ്റി കാണുന്ന സമയത്ത്. അപ്പോൾ ഗിഫ്റ്റ് ആകുമ്പോൾ ഗിഫ്റ്റിൻ്റെ ആ ഒരു ലുക്കിൽ തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഇതൊന്ന് പാക്ക് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിന് ലിഡ് കൂടി വരുന്നുണ്ട് കേട്ടോ ഈ വൈറ്റ് കണ്ടെയ്നറിന്. ഇത് കണ്ടപ്പോൾ എനിക്കിഷ്ടമായിട്ട് വാങ്ങിച്ചത്. ഇതിൻ്റെ തന്നെ സ്ക്വയറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പ്ലം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതൊന്നുമല്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ ആ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഈ ഒരു ഐഡിയ വന്നത്. അപ്പോൾ പിന്നെ ഇതിൽ തന്നെ പാക്ക് ചെയ്തിട്ട് കൊടുത്തതിന് ഒരു വെറൈറ്റി ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഞാനിതിൽ സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ 3 എണ്ണം അടുത്തുള്ള വീട്ടിൽ 3 വീട് അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വെച്ചിട്ടുള്ളതാണ്. പിന്നെ അത് അവിടെ ഒന്നും വലിയ കുട്ടികളില്ലാത്ത വീട്ടിലേക്കാണ് കേട്ടോ കൊടുക്കുന്നത്. കുട്ടികളുള്ള വീടാണെങ്കിൽ നമുക്കതൊന്നും തികയില്ല. അതിൽ എന്തായാലും 1 kg അല്ലെങ്കിൽ ½ kg കൊടുക്കണം. 1 kg ½ kg ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വർഷത്തിലൊരിക്കലല്ലേ നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ പ്ലം കിട്ടുക. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ ഇതിന് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ റിബണില്ലേ, ആ റിബൺ വെച്ചിട്ട് തന്നെയാണ് ടൈ ചെയ്തെടുക്കുന്നത്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കേട്ടോ, ഞാൻ എപ്പോൾ റിബൺ കിട്ടിയാലും ടൈറ്റിൽ കിട്ടാറില്ല കേട്ടോ. അതെന്തോ ലൂസായി കണ്ടിരിക്കും. അതിപ്പോൾ ഹെയർ നമ്മൾ ഇങ്ങനെ കെട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും വേറൊരാളെ ഹെയർ കെട്ടി കൊടുക്കുകയാണെങ്കിലൊന്നും എനിക്ക് ടൈറ്റിൽ കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റാറില്ല കേട്ടോ. അതെന്തോ എനിക്കങ്ങനെ ഇതാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ടാപ്പ് ഇട്ടിട്ട് സൈഡിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാറാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതൊന്ന് ടൈ ചെയ്തിട്ട് നെയിമിൻ്റെ സ്റ്റിക്കർ കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കണുണ്ട്. അപ്പോൾ ഇതാ പാക്കിങ് ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. സ്റ്റിക്കർ ഒട്ടിച്ചു, റിബൺ ടൈ ചെയ്തു. പിന്നെ ഈ ഒരു പാത്രം കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാനിത് സ്റ്റോർ ഇട്ട സമയത്ത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പാത്രം ഇടുന്ന വാങ്ങിച്ചതെന്നുള്ളത്. ഇതിന് ഒരെണ്ണത്തിന് എന്തോ 15 രൂപ അങ്ങനെ എന്തോ വരുന്നുണ്ട്. അപ്പോൾ ഇതാ പാക്കിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹാമ്പറിൻ്റെ ബോക്സും പ്ലം കേക്കും എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും പാക്കിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കേക്കൊക്കെ ഉള്ളതല്ലേ മെൽറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് പ്ലമ്മും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് ഉണ്ടായിരുന്ന വർക്കുകൾ ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് കേക്ക് ഐറ്റംസ് ഉണ്ടായിരുന്നു. കേക്കിൻ്റെ വർക്കൊന്നും പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫോട്ടോ എടുത്തിട്ടുണ്ട്, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 3 കേക്കാണ് ഉണ്ടായിരുന്നത്. 3 സ്ട്രോബെറി ഡെക്കറേഷനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ 2 എണ്ണം ഒപ്പം കൊണ്ടുപോയി. പിന്നെ ഈ ഒരു ഡെക്കറേഷനിൽ ഇത് മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് കൊടുക്കാനുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഒന്നിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, അതിൻ്റെ ഡെക്കറേഷൻ ബാക്കിയായിരുന്നു. അപ്പോൾ 2 എണ്ണം ഒന്നിച്ചിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ സിമ്പിളായിട്ടുള്ള സ്ട്രോബെറി ഡെക്കറേഷൻ വന്നിട്ടുള്ള ഒരു കേക്ക്. ഈ ഒരു സീസൺ ടൈമിലാണ് നമുക്ക് സ്ട്രോബെറീസ് കിട്ടുമല്ലോ. ആ സമയത്ത് നമുക്ക് കേക്കിൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും സ്ട്രോബെറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തോന്നും കേട്ടോ കേക്കിൽ. എന്തോ ഒരു പ്രത്യേക ലുക്കാണ് സ്ട്രോബെറി വെച്ചിട്ടുള്ള ഡെക്കറേഷൻ. അത് ചോക്ലേറ്റ് കേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ചോക്ലേറ്റ് കേക്കിലെല്ലാം ചെയ്യുമ്പോൾ. ഇപ്പോൾ അതാ കേക്കെല്ലാം ഡെലിവറിക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വണ്ടിയിൽ വെക്കട്ടെ. ഇന്ന് നമ്മൾ പഴയ ഡെലിവറി ബോയാണ് കേട്ടോ ഉള്ളത്. അത് ഹസ്ബൻഡാണുള്ളത്. ഹസ്ബൻഡിന് ലീവായിരുന്നു ക്രിസ്മസ് ആയിട്ട്. അപ്പോൾ അവർ തന്നെയാണ് ഡെലിവറി ചെയ്യണത്. പിന്നെ ഉണ്ടോ ചെടികളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബിസി ആകുമ്പോൾ ചെടികളൊന്നും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ചെടിയൊക്കെ നനക്കാനിട്ട് വാടിയിട്ടുണ്ട്. അപ്പോൾ മോനോട് ഇപ്പോൾ നനക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഓരോന്നായിട്ട് കേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക വണ്ടീൻ്റെ അകത്ത്. അപ്പോൾ അവരെന്നെ വെച്ചോളും, നമുക്ക് അതറിയണ്ട, അവരെ സേഫിനായിട്ട് വെച്ചോളും. അപ്പോൾ എല്ലാം ഒന്നിച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് എടുക്കാൻ കൊടുക്കണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആള് കുറച്ച് ചൂടിലാണേ.
തരാടോ ഇതിനേക്കാൾ എനിക്ക് ലാഭം ഓട്ടോയിൽ വിടണം കേട്ടാ. ഓട്ടോയിലാകുമ്പോ ഓട്ടോക്കാരെ ഒന്നും പറയില്ല, ഞാൻ പലതും പറയും. അതൊക്കെ സഹിക്കണ്ടേ. ആള് എല്ലാം കൂടി ഒത്തായപ്പോൾ കൺഫ്യൂഷൻ ആയിക്കണ് ഇതെന്ത് ചെയ്യും എന്നുള്ളത്. അങ്ങനെതാ കേക്ക് ഡെലിവറി പോകണ്ട. ഇപ്പോൾ ഒരു സമാധാനം. ഇനി ക്ലീനിങ് ഉണ്ട്, എന്നിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിയ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ എൻ്റെ ഒരു ക്രിസ്മസിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ കുറച്ച് ഓർഡറുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യാട്ടോ. പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ സ്റ്റോറി ആയിട്ടും പോസ്റ്റ് ആയിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. താങ്ക്